പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു ചതി, പരാജയം അല്ലെങ്കിൽ ആഴത്തിലുള്ള നിരാശ. ഇത്തരം വേദനകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. ഈ സമയം യുക്തിക്ക് നിരക്കാത്തതും എന്നാൽ ആ വേദനയെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. പെയിൻ ബേസ്ഡ് ഡിസിഷൻ എന്നാണ് ഇത്തരം തീരുമാനത്തെ നമ്മൾ പറയുന്നത്. ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ ആ വേദനയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ തീരുമാനങ്ങൾ നമ്മളെ കൂടുതൽ ആഴത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യും. അത്തരത്തിൽ നമ്മളെടുക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പുതിയ ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ്. ഒരിക്കൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളിൽ നിന്ന് ചതി നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ വേദന കാരണം നിങ്ങൾ പുതിയ സൗഹൃദങ്ങളിൽ നിന്നും പ്രണയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി തുടങ്ങും. എന്നെ ആരും വീണ്ടും വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ആർക്കും എൻ്റെ മനസ്സ് തുറന്നു കൊടുക്കില്ല എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കും. പക്ഷേ ഈ തീരുമാനം നിങ്ങളെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും സ്നേഹവും സൗഹൃദവും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ കാലത്തെ ഒരാളുടെ തെറ്റുകൾ കാരണം ഭാവിയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെയും നിങ്ങൾ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രതികാരം ചെയ്യുന്നതാണ്. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് അതേപോലെ പ്രതികാരം ചെയ്യാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നു. ആ നിമിഷത്തിൽ അത് നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കുന്നതായി തോന്നാം. പക്ഷേ പ്രതികാരം എന്നത് നിങ്ങളെ കൂടുതൽ ഇരുട്ടിലേക്ക് വലിച്ചെറിയുന്ന ഒരു തീരുമാനമാണ്. നിങ്ങൾ പ്രതികാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജവും സമയവും ആ വ്യക്തിക്ക് ചുറ്റും കറങ്ങാൻ തുടങ്ങുന്നു. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നമായി തുടരുന്നു. നിങ്ങൾ ആ വേദനയിൽ നിന്ന് പുറത്തു കിടക്കാതെ ദേഷ്യം നിങ്ങളുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യും. പ്രതികാരം ഒരിക്കലും ശാന്തി നൽകില്ല, അത് നിങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, വളർച്ചയ്ക്ക് പകരം സുരക്ഷിതത്വം തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു ജോലിയോ ബന്ധമോ ഉപേക്ഷിക്കാൻ നമുക്ക് ഭയമായിരിക്കും. അറിയാത്ത ഒരു ഭാവിയിലേക്ക് പോകുന്നതിനേക്കാൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയാണ് നമുക്ക് കൂടുതൽ സുരക്ഷിതമായി തോന്നുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ കഴിവുകൾക്ക് വിലയില്ലാത്തൊരു ജോലിയായിരിക്കാം. പക്ഷേ പുതിയൊരു ജോലി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടോ പരാജയപ്പെടുമോ എന്നുള്ള ഭയം കാരണം മറ്റൊരു തീരുമാനമെടുക്കാൻ തയ്യാറാകാതെയിരിക്കും. ഇത് നിങ്ങളുടെ വളർച്ചയെ ഇല്ലാതാക്കുകയും നിങ്ങളുടെ കഴിവുകളെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് തിരിച്ചറിയണം. നാലാമത്തെ കാര്യം, നിങ്ങളുടെ വിജയത്തെ സ്വയം തടസ്സപ്പെടുത്തുന്നതാണ്. നിങ്ങളൊരു വലിയ ലക്ഷ്യത്തിന് അടുത്തെത്തുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തീരുമാനമെടുക്കും. ഇത് പലപ്പോഴും സ്വയം മതിപ്പില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഇതിന് അർഹനല്ല എന്ന ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. വിജയം നേടുന്നതിലെ ഭയം അല്ലെങ്കിൽ വിജയം നേടിയാൽ വരാൻ പോകുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ഭയം എന്നിവയെല്ലാം ഇതിന് കാരണമാകാം. ഈ വേദന കാരണം നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താതെ സ്വയം പിന്നോട്ട് വലിയും. ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ കൂടുതൽ നശിപ്പിക്കുകയാണ് ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, എടുത്തുചാടി തീരുമാനമെടുക്കുന്നത് നിങ്ങളെ മോശമായി ബാധിക്കും എന്നതാണ്. ദേഷ്യം, നിരാശ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു സങ്കടം, ഈ വികാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കാരണം നിങ്ങളൊരു വലിയ തീരുമാനമെടുക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വഴക്കിന് ശേഷം ജോലി രാജിവെക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നത്തിലായിരിക്കുമ്പോൾ ഒരുപാട് പണം വാങ്ങി ഒരു സാധനം വാങ്ങുക. ഇത്തരം തീരുമാനങ്ങൾ പിന്നീട് വലിയ പശ്ചാത്താപത്തിന് കാരണമാകും. നിങ്ങളുടെ മാനസികാവസ്ഥ ഓക്കെ അല്ലാത്ത സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ശരിയാകില്ല. വികാരങ്ങൾക്ക് അടിമപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ശക്തിയായി മാറുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ തീരുമാനങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയൂ. ഒരു വേദന ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാതെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു നിമിഷം ഞാൻ എടുക്കുന്ന ഈ തീരുമാനം എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, എൻ്റെ വേദനയെ അടിസ്ഥാനമാക്കിയോ ആണോ എന്ന് ആലോചിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കുക. അതെ, ചിലപ്പോൾ വേദനകൾ ഉണ്ടാവാം, പക്ഷേ ആ വേദന നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്.